അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നാം എടുക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 6-ാമത്തെ പാഠമായ വജഅൽനാ നൗമക്കും സുബാത എന്ന പാഠമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അദ്ദർസു സാദിസ്, പാഠം 6. വജഅൽനാ നൗമക്കും സുബാത, നിങ്ങളുടെ ഉറക്കിനെ ഞാൻ വിശ്രമമാക്കി. എന്താണ് വജഅൽനാ നൗമക്കും സുബാത? നിങ്ങളുടെ ഉറക്കിനെ ഞാൻ വിശ്രമമാക്കി. പാഠത്തിലേക്ക് കടക്കാം. ഉറങ്ങാൻ സമയമായി. ഉറങ്ങുന്നതിനു മുമ്പുള്ള സുന്നത്തുകൾ കഴിഞ്ഞ ദിവസം മദ്രസയിൽ നിന്ന് പഠിച്ചത് ലബീബക്ക് ഓർമ്മ വന്നു. അവൾ ബ്രഷ് ചെയ്തു, വുളൂ ചെയ്തു, വിരിപ്പിനടുത്തെത്തി. അതെടുത്ത് കുടഞ്ഞു, ഭംഗിയായി വിരിച്ചു. ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകൾ ഓതി. 2 കൈകളിൽ ഊതി ശരീരം മുഴുവൻ തടവി. ആയത്തുൽ ഖുർസി, ഷഹിദല്ലാഹു, ആമനർ റസൂലു എന്നിവ പാരായണം ചെയ്തു. ബിസ്മിക അല്ലാഹുമ്മ അഹ്യ വ അമൂതു എന്ന് ചൊല്ലി ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് വലത് കവിളിന് താഴെ കൈവച്ച് കിടന്നു. ശേഷം ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഅഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വ ഇൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീന എന്ന് ചൊല്ലി. ലബീബക്ക് ഉറക്കം വരുന്നില്ല. പല്ല് വേദനിക്കുന്നു, വേദന കൂടി വരുന്നുണ്ട്. അപ്പോഴാണ് ഉറക്കമെന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഉസ്താദ് എടുത്ത ക്ലാസ് അവൾക്ക് ഓർമ്മ വന്നത്. ഉറക്കം അല്ലാഹു തആലയുടെ വലിയ അനുഗ്രഹമാണ്. അതില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. ആരോഗ്യകരമായ ഉറക്കം ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന പതിവുള്ളവരായിരുന്നു. ഇശാഇന് മുമ്പ് ഉറങ്ങുന്നതും ഇശാഇന് ശേഷം അനാവശ്യ സംസാരങ്ങളിൽ മുഴുകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്തിരുന്നു. മൊബൈൽ ഫോൺ, TV, അനാവശ്യ സംസാരം പോലെയുള്ള വിനോദങ്ങളിൽ മുഴുകി ഉറക്കമിളക്കരുത്. അത് ആരോഗ്യത്തെയും ബുദ്ധിയെയും മോശമായി ബാധിക്കും. മാത്രമല്ല കറാഹത്തുമാണ്. ഉമ്മ, പല്ല് വേദനിക്കുന്നു, ഉറക്കം വരുന്നില്ല, അവൾ പറഞ്ഞു. ഉമ്മ അല്പം സംസം വെള്ളം എടുത്തു കൊടുത്തു. ലബീബ അത് കുടിച്ചു. വേദന അല്പം ശമിച്ചു. അവൾക്ക് ഉറക്കം വന്നു തുടങ്ങി. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഉമ്മ ദിക്ർ ചൊല്ലുന്നത് കേട്ട് ലബീബ ഉണർന്നു. ലബീബയും ദിക്ർ ചൊല്ലി. ഉമ്മയും ലബീബയും തഹജ്ജുദ് നിസ്കരിച്ചു. സുബ്ഹ് വരെ ഖുർആൻ ഓതി. ഇനി ബ്രാക്കറ്റിലുള്ളത് നമുക്ക് വായിക്കാം. ലാ തനം ഇല്ലാ ബിതുഹ്രിൻ വ ദിക്രിൻ. ശുദ്ധിയും ദിക്റുമില്ലാതെ നീ ഉറങ്ങരുത്. ഇനി തദ്രീബാത്തിലുള്ളത് നോക്കാം. നഖ്റഉ വ നഫ്ഹമു, വായിച്ച് മനസ്സിലാക്കാനാണ്. ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ്. മുഅവ്വിദത്തൈനി, സൂറത്തുൽ ഫലഖ് വ സൂറത്തുൻ നാസ്. സംസം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്തു നിന്ന് ഉറവയെടുത്ത പുണ്യജലം. ബാക്കിയെല്ലാം കുട്ടികൾ വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നഫ്ഹമുൽ മാന മനസ്സിലാക്കാനാണ്. എന്താണത്? അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹു തആലക്കാണ്. ബിസ്മിക അല്ലാഹുമ്മ അഹ്യ വ അമൂതു, അല്ലാഹുവേ നിൻ്റെ നാമത്തിൽ ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും, ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. മരിപ്പിച്ചതിനു ശേഷം നമ്മെ ജീവിപ്പിച്ച, അതായത് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഉറങ്ങിയതിനു ശേഷം ഉണർത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും, അവനിലേക്കാണ് മടക്കം. വജഅൽനാ നൗമക്കും സുബാത, നിങ്ങളുടെ ഉറക്കിനെ നാം വിശ്രമമാക്കി.
അടുത്ത ഇവിടെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇഖ്ലാസ് മുഅവ്വിദതൈനി ആയത്തിൽ കുറിച്ച് ബിസ്മിക അല്ലാഹു അഹ്യ വ അമൂതു അൽഹംദുലില്ലാഹി ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹി നുശൂർ എന്നുള്ളത്. ഇഖ്ലാസ് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടില്ല. കുട്ടികളെല്ലാവരും എഴുതി കൊടുക്കുക. ഇഖ്ലാസ് സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് മുഅവ്വിദതൈനി സൂറത്തുൽ ഫലഖ് നാസ്, അത് ഇവിടെ എഴുതി കൊടുക്കണം ഈ രണ്ടാമത്തെ കള്ളിയിൽ. അടുത്തത് ആയത്തുൽ കുർസി, അത് ഇവിടെ 3 എന്ന് നമ്പർ ഇട്ടിട്ടുണ്ട്. ഖുർആനിലെ മഹത്തായ ആയത്ത്, അതിവിടെ എഴുതി കൊടുക്കുക. അടുത്തത് ബിസ്മിക അല്ലാഹു അഹ്യ വ അമൂതു, ഇത് 4-മത്തത് ഇവിടെ ആദ്യം എഴുതി കൊടുത്തിട്ടുണ്ട്. ഉറങ്ങുമ്പോൾ ചൊല്ലുന്ന ദിക്ർ, അത് ഇതിന് നേരത്തെ തന്നെ എഴുതി കൊടുക്കുക. അടുത്തത് അൽഹംദുലില്ലാഹി ലദി അഹ്യാന, അത് 5-മത്തെ ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്. ഉണരുമ്പോൾ ചൊല്ലുന്ന ദിക്ർ. കുട്ടികളെല്ലാവരും വൃത്തിയിൽ എഴുതി കൊടുക്കുക. അടുത്തത് ഉത്തരം എഴുതാനാണ്. ലബീബയുടെ പല്ല് വേദന മാറിയത് എങ്ങനെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉമ്മ അല്പം സംസം വെള്ളം കൊടുത്തു, അത് കുടിച്ചു വേദന അല്പം ശമിച്ചു, അങ്ങനെ അവൾ ഉറങ്ങി. അടുത്തത് ഉറങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം ചെയ്യണം എന്നതാണ്. ഞാനിവിടെ ഷോർട്ടാക്കി എഴുതിയതാണ്, കാരണം ഇവിടെ വരി തികയാത്തത് കൊണ്ട്. എന്തൊക്കെയാണ്? ബ്രഷ് ചെയ്ത്, വുളു ചെയ്ത്, വിരിപ്പെടുത്ത് കുടഞ്ഞ്, ഇഖ്ലാസ് മുഅവ്വിദതൈനി എന്നീ സൂറത്തുകൾ ഓതി ശരീരം മുഴുവൻ തടവി, ആയത്തുൽ കുർസി, ഷഹിദല്ലാഹു, ആമനർ റസൂലു, അതുപോലെ തന്നെ ബിസ്മിക അല്ലാഹു അഹ്യ വ അമൂതു ചൊല്ലി, കിബിലക്ക് തിരിഞ്ഞ് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു വലത് കവിളിന് താഴെ കൈവച്ച് കിടക്കണം. ശേഷം ബിസ്മിക റബ്ബി വദഅതു എന്ന ദിക്ർ പൂർണ്ണമായി ചൊല്ലണം. അടുത്തത് കിടക്കുന്നതിന് മുമ്പ് വിരിപ്പ് തട്ടിക്കുടയുന്നത് എന്തിന് എന്നതാണ് ചോദ്യം. നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരിപ്പ് തട്ടിക്കുടഞ്ഞിരുന്നു. ഈ ജന്തുക്കൾ വന്ന് കയറിയേക്കാം, അതുകൊണ്ട് നാം സൂക്ഷിക്കുന്നത് നല്ലതാണ്. അടുത്ത ചോദ്യം, ഉറങ്ങുന്നവൻ എങ്ങനെയാണ് കിടക്കേണ്ടത്? വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന്. അടുത്ത ചോദ്യം നോക്കാം. ഉറക്കം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം എന്നാണ്. ഉറക്കം അല്ലാഹു തആലയുടെ വലിയ അനുഗ്രഹമാണ്, അതില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. ആരോഗ്യകരമായ ഉറക്കം ഉന്മേഷം ഉണർവും പ്രദാനം ചെയ്യുന്നു. അടുത്തത് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം എപ്പോൾ? ഇശാഇന് ശേഷം ഉറങ്ങി എഴുന്നേറ്റ് സുബ്ഹിന് മുമ്പുള്ള മഹത്തായ നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. ഇശാ നിസ്കാരത്തിന് ശേഷം ചെയ്യൽ കറാഹത്തുള്ള കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. അനാവശ്യ സംസാരങ്ങളിൽ മുഴുകുന്നതും മൊബൈൽ ഫോൺ, TV, വിനോദങ്ങളിൽ മുഴുകുന്നതും കറാഹത്താണ്. അടുത്തത് ഇവിടെ നക്തഷിഫ്, മുസ്ഹഫ് നോക്കി കണ്ടെത്തുക എന്നാണ്. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, ആയത്തുൽ കുർസി, ആമന റസൂലി, ഷഹീദല്ലാഹു എന്നുള്ള ആയത്തൊക്കെ, വജഅൽനാ നൗമകും സുബാത്ത എന്നുള്ളതൊക്കെ മുസ്ഹഫിൽ കണ്ടെത്തിയിട്ട് ഓതാനാണ്. ഇനി അടുത്തത് നക്തുബ്, ഉത്തരം എഴുതാനാണ്. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്ർ ബിസ്മിക അല്ലാഹുമ്മ അഹ്യ വ അമൂതു എന്ന ദിക്ർ ആണ്. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്ർ ബിസ്മിക അല്ലാഹുമ്മ അഹ്യ വ അമൂതു എന്നാണ്. അടുത്തത് ഉണരുമ്പോഴുള്ള ദിക്ർ എന്നാണ്. അൽഹംദുലില്ലാഹി ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹി നുശൂർ. ഇതോടുകൂടി നമ്മുടെ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്ത പാഠവുമായി വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.